ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഞാനിപ്പോൾ മണ്ണുത്തിയിലാണ് കേട്ടോ ഈ വീഡിയോ. പക്ഷേ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മണ്ണുത്തിയിൽ പോയിട്ടുണ്ടാവും. മണ്ണുത്തിയിൽ നമ്മുടെ PDM ഒരു സ്റ്റഡി ഹൗസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? നമുക്ക് അവിടെ ഫിലോസഫി പഠിക്കുന്ന ബ്രദേഴ്സ് നമ്മളവിടെ സ്റ്റഡി ഹൗസിൽ നിന്നിട്ട് തൃശ്ശൂർ മേരിമാത സെമിനാരിയിലാണ് പോയി പഠിക്കുന്നത്. അപ്പോൾ അവിടെ ബ്രദേഴ്സിന്റെ കാര്യത്തൊക്കെ കൊണ്ടുവന്ന് വന്നതാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും എല്ലാ കാര്യവും പറഞ്ഞേക്കാം. ഇന്നലെ വരുന്ന വഴിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാനൊരു രോഗി സന്ദർശനത്തിന് പോയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി തിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു കുടുംബം അച്ചോന്നും പറഞ്ഞത് നമ്മുടെ കുടുംബമാണ്. അവർക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് എന്താണെന്നറിയാമോ, അവിടുത്തെ അപ്പന്റെ അമ്മ 50ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടെ കയറി ഒരു ബ്ലെസ്സിങ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓടി വരണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പിന്നെ ഇന്ന് 1-ാം തീയതി ഒരു ബ്ലെസ്സിംഗ് ആണ്. ഇന്ന് പ്രത്യേക ബ്ലെസ്സിംഗ് ആണ്. ഇനി April 1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ ചില കാര്യങ്ങൾ ഓർമ്മയിൽ വരും. അതല്ല, വിശുദ്ധ ഗിൽബർട്ടിന്റെ ഫീസ്റ്റ് ആണ് ഇന്ന് കേട്ടോ. അപ്പോൾ 1-ാം തീയതി വിശുദ്ധ ഗിൽബർട്ടിന്റെ ഫീസ്റ്റ്. പിന്നെ ഈ മാസത്തിന് ബ്ലെസ്സിംഗ് തരാം. ഈ മാസത്തിൽ എല്ലാം ബെസ്റ്റായിട്ട് നടക്കാൻ വേണ്ടി ഒരു നന്മ ചൊല്ലി പ്രാർത്ഥിച്ചു വരിക അല്ലെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹൈവേയുടെ സൈഡാണ് ഇച്ചിരി ഒച്ചയൊക്കെ ഉണ്ട് കേട്ടോ. ചെവി നന്നായിട്ട് കൂർപ്പിച്ച് കേൾക്കണം. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രഭാഷകൻ 24:34, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 24 വേഴ്സ് 34. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് പിന്നീട് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, പഴയ കാരണവന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലവർ ഉമ്മായുടെ കൈയായിരിക്കും, ചിലവർ ഇതൊക്കെ എടുത്തു വെക്കും പിന്നീട്. പിന്നെ ഒരു പുരാവസ്തുവായി മാറരുത്, പക്ഷെ എന്തെങ്കിലും ഉപകാരപ്പെടും എന്ന് പറയുന്ന രീതിയിൽ എടുത്തു വെക്കാറുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വചനം വെളിപ്പെടുത്തുകയാണ്. പ്രഭാഷകൻ പറയാണ്, ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക. ഇതിന് തത്തുല്യമായ വചനം പ്രഭാഷണം 33 കിടക്കുന്നുണ്ട്. 17 വാക്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇവിടെ 24-34 പ്രഭാഷണം പഠിപ്പിക്കുകയാണ്. അതായത് ജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ്, വചനം നിറക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്, പ്രബോധനത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പൊ അങ്ങനെ ധാരാളം വചനം ഞാൻ പഠിച്ചു, വചനം നിറച്ചു, പ്രബോധനങ്ങൾ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നന്നായി ഞാൻ വെച്ചു. അത് എന്തിനു വേണ്ടി പറയാം? നോട്ട് ഓൺലി ഫോർ മീ, എനിക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ ഭാവിയിൽ എന്റെ അടുക്കളയ്ക്ക് ഉപദേശം തേടി വരാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ വചനം നിറച്ചത്. ഇത് സത്യമാണ് കേട്ടോ. നിങ്ങൾ വചനം പഠിച്ചു വെച്ചോ. നിങ്ങൾ ഈ ടോക്ക് എന്നല്ല, ഏത് കാര്യവും നിങ്ങൾ വെച്ചാൽ അതപ്പോൾ കേട്ടപ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് വേണ്ടി മാത്രമല്ല. ഒരു സമയം കഴിയുമ്പോൾ എന്നറിയാവാം, ഇപ്പം നമുക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല. നമുക്ക് അങ്ങനത്തെ ഈ വചനവുമായി ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ഒരു വചനം നമ്മുടെ ഉള്ളിൽ തരുവാണെങ്കിൽ ഒരു 3 വർഷം, 4 വർഷം, 10 വർഷം, 20 വർഷം കഴിഞ്ഞിട്ട് ഇതേ പ്രോബ്ലമുള്ള ഒരാള് ചിലപ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ സാധ്യത, നമ്മുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം ഇന്ന് തന്നു വെക്കും. എനിക്ക് 100 അനുഭവമുണ്ട്. ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യും, പക്ഷേ അത് പറയണമെങ്കിൽ 10 മിനിറ്റ് എടുക്കും. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശം ആരായി എന്ന് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത് എന്നറിയുക. ഞാൻ ഓർക്കണം, ഞാൻ പാലക്കാട് പിന്നെ ഈ വടവ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് അന്ന് സെമിനാരിയിൽ ധ്യാനിച്ച ചില വചനങ്ങളൊക്കെ പിന്നീട് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് റിഫ്ലക്ട് ചെയ്ത് അത് നിറച്ചു വെച്ചത് ഒരു സമയം കഴിഞ്ഞപ്പോൾ വലിയ പ്രബോധനമായി കർത്താവ് കൊടുത്ത പല അനുഭവമുണ്ട്. 100 അനുഭവമുണ്ട്. അതുകൊണ്ട് മനസ്സിലായോ, നമുക്ക് വേണ്ടി മാത്രമല്ല ഉപദേശമാരായെന്ന് എല്ലാവർക്കും വേണ്ടി. ഹല്ലേലൂയ. അവസാനിപ്പിക്കാം അല്ലെ, സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഈ 1-ാം തീയതി വചനം തന്ന കർത്താവിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഇന്ന് ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുക. 1-ാം തീയതി ഈ മാസം ഒരു അനുഗ്രഹത്തിന്റെ മാസമായി മാറട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ നിങ്ങൾ ആശീർവദിക്കുന്നു. നിങ്ങൾ തുടങ്ങാൻ വന്നാകുന്ന എല്ലാ ഉദ്യമങ്ങളും യാത്രകളും വിജയപ്രദമായി മാറട്ടെ എന്ന് ആശീർവദിക്കുന്നു. പാപങ്ങളും പാപസാഹചര്യം വിട്ടുകൊഴിഞ്ഞാൽ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ നോമ്പുകാലത്ത് പ്രത്യേകിച്ച് ഈ മാസം കർത്താവ് കൂടുതൽ പരിഹാര പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യാൻ, അനുദവിക്കാനും കുമ്പസാരിക്കാനും അത് ഹോളി വെക്കിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആശീർവാദം നൽകി അനുഗ്രഹിക്കുന്ന കർത്താവ്. ദൈവമേ, ഒപ്പം തന്നെ കർത്താവ് ഇന്ന് ടോക്കുകൾ കേട്ടത് ആ വചനം ജീവിക്കാൻ വേണ്ട കൃപ ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളെ ശല്യപ്പെടുന്ന പൈശാചികൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ. കർത്താവിന്റെ ദൂതൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ വചനം നിങ്ങളെ സംരക്ഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.